ഹായ് ഗൈസ്, ഇന്ന് പെരുന്നാളാണ്. ഞാൻ 5:30 അലാറം വെച്ച് 5:30 കറക്റ്റ് ഞാൻ എണീക്കും ചെയ്തിന്. 7:30 പള്ളിയിൽ നിസ്കാരം. ഓക്കെ, നിങ്ങൾ അറിയണം 7:30. 5:30 ഞാൻ അലാറം അടിഞ്ഞിട്ട് അലാറം ഓഫാക്കിയിട്ട് ഒരു 2 മിനിറ്റ് കണ്ണടക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കിടന്ന് ഉറങ്ങി. ഇപ്പൊ 6:30 ആയിട്ടുണ്ട്. ഇനി ആ കാര്യം പഠിക്കുമോ? പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുളിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അധികമൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ഇപ്പോൾ ഇനി വീടെടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ പള്ളിയിൽ നിസ്കാരം കഴിയും. സോ ഞാൻ ഓടാൻ പോവാണ്. ഓക്കെ, എല്ലാവർക്കും എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. സമയം പോയി കിടക്കണം. എല്ലാവർക്കും ഇതും പറക്കൈസ്, ഇതും പറക്ക. പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിൽക്കില്ല ഗൈസ്, കാരണം സമയമൊന്നും ഇല്ലായിരുന്നു. ആകെ അരമണിക്കൂറുള്ളൂ. ഞാൻ ഉള്ള ഡ്രസ്സ് വിട്ടിട്ട് എങ്ങനെയല്ലോ ഓടി പിടിച്ച് പള്ളിയിലെത്തി. പള്ളിയൊക്കെ ഫുള്ളായിരുന്നു ഗൈസ്. അങ്ങനെ പള്ളിയൊക്കെ കഴിഞ്ഞ് പുറത്തുനിന്ന് പുറത്തിറങ്ങാത്തവനും പുറത്തിറങ്ങുന്ന എല്ലാവരും കണ്ട് കൈക്കെ കൊടുത്ത് ഷെയ്ക്കൻഡെല്ലാം കൊടുത്തിട്ട് കെട്ടിപ്പിടിക്കെല്ലാം ചെയ്തിട്ട് നേരെ ഇങ്ങോട്ടേക്ക് പുറക്ക് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ കോലം. ഞാൻ നോക്കുമ്പോൾ രാവിലെ തന്നെ ഒരുത്തിന് ഇത് വർക്ക് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് കോമ്പി ആയിരിക്കുന്നുണ്ട്. 7 മണിക്കല്ലേ ഇവൻ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. ഇവനക്കും തോളി പറ്റിയത്. കുട്ടികളെ എടുത്തോടാ, ചെക്കന്മാരെ വിളിക്കടാ. ചെക്കന്മാർ വന്നിട്ട് എനിക്ക് ഞാൻ ഫുഡ് തരൂ. പിന്നെ ഞാൻ 2 സെൽഫി എടുക്കാന്നൊക്കെ വിചാരിച്ച് കുറേ ഈ സെൽഫിയൊക്കെ എടുത്തിട്ട് അതിന് നല്ലൊരു ആംഗിൾ ഇങ്ങനെ തപ്പുവാണ്. ഏത് ഭാഗത്ത് വെച്ചിട്ട് നല്ലോണം ഫോട്ടോ എടുക്കാന്നുള്ളത്. എന്തായാലും പെരുന്നാളല്ലേ ഗൈസ്, പെരുന്നാക്കല്ലേ നമ്മൾക്ക് കുറച്ച് മൊഞ്ചലായിട്ട് നടക്കത്തുള്ളൂ. പിന്നെ ഇതൊന്നും ഉണ്ടാകത്തില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും പെരുന്നാളായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ലുക്കായിരിക്കും, ഒരു ഒന്നൊന്നര ലുക്ക്. ഗൈസ് എന്നെ കണ്ടിട്ട് എന്ത് തോന്നുന്നു ഗൈസ്? എങ്ങനെയുണ്ട് നിങ്ങൾ അഭിപ്രായം കമന്റ് ചെയ്യുക. ഞാൻ ഔട്ട്ഫിറ്റ് ഒന്നും കാണിച്ചു തന്നിക്കില്ല, എനിക്ക് അതിനുള്ള സമയമൊന്നും കിട്ടിക്കില്ലായിരുന്നു. ഫുള്ള് ഡ്രസ്സും മാറ്റി അരമണിക്കൂറോട് ഓടി പള്ളിയിലേക്ക് പോയത് ഞാൻ. കുട്ടികളെ എടുത്തു. വേർ ഈസ് യുവർ ബേബി? വേർ ഈസ് യുവർ കുഞ്ഞി ബേബി? വേർ ഈസ് യുവർ കുഞ്ഞി ബേബി? നിനക്കുള്ള ഫുഡല്ലേ ഇത്? വേറെ ഏതോ ഒരു പൊട്ടൻ വന്നിട്ട് ഇതേതോളി പൊട്ടൻ. ഞാൻ വേറെ ബേബീനെ വിളിച്ച്, ഇവൻ്റെ ചെറിയ കുട്ടികൾ 2 ഇത് എവിടുന്ന് കയറുമെന്ന്. കുഞ്ഞു കുട്ടികൾ ഇവിടെ വരുമോ? അതതിൻ്റെ മണ്ടൊക്കെ ഉണ്ട്. മണ്ടക്കഥ ഇങ്ങോട്ട് വാടാ പൊട്ടാ, ഇങ്ങോട്ട് വാടാ. ഒരുത്തൻ വരുന്നുണ്ട്, മറ്റവൻ്റെ മണ്ടക്കുള്ളത്. അങ്ങനെ വന്ന എല്ലാവർക്കും ഞാൻ ഫുഡ് കൊടുത്തിട്ടുണ്ട്. രാവിലെ തന്നെ എല്ലാവരും തിന്നട്ടെ. ഇനി ഇത് വർക്കല്ലേ, എന്തായാലും എല്ലാവർക്കും ഒരു സന്തോഷം വേണ്ട. എനിക്ക് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അമ്മമാരൊക്കെ തിന്നട്ടെ എന്ന് വിചാരിച്ചു. അത് ഏതാന്ന് എനിക്കറിയത്തില്ല. കുട്ടിപ്പച്ചൊക്കെ ചെറിയ പേടി ഉണ്ടായിന. എല്ലാ ഒരു ദിവസം തിന്ന് തീർക്കാനുള്ളതല്ല, അത്ര തന്നാൽ മതി. ഇവനെ ഇപ്പോൾ മോന്ത നല്ല ലുക്ക് ചെക്കൻ്റെ, പക്ഷെ എൻ്റെ വാലും കൂടി അടിപൊളിയാണെങ്കിൽ നല്ല രസമുണ്ടാവും. തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ഇതിൻ്റെ മോനാണോ, സീക്രട്ടായിട്ട് വളർത്തിയതാണോ, അല്ല ഇവൻ്റെ കുണ്ടി മണപ്പിച്ച് നടക്കുന്ന ഏതെങ്കിലും ചെറുക്കനാണോ, എനിക്കറിയത്തില്ല. എന്നാൽ ഇവർ രണ്ടിൽ എന്തോ ഒരു കണക്ഷൻ കാണുന്നുണ്ട്. ഗൈസ്, നേരത്തെ ഞാൻ പറഞ്ഞില്ലേ 6:30 ഉറങ്ങിണിച്ചത്. സോ 7:30 നിസ്കാരം. ഇവിടുന്ന് പള്ളിയിലേക്ക് എത്താൻ എന്തായാലും ഒരു 15 മിനിറ്റൊക്കെ വേണം. സോ എൻ്റെ മുമ്പിൽ ആകെ അരമണിക്കൂറും 10 മിനിറ്റും കൂടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്ത് ഞാൻ എന്തൊക്കെയോ കാണിച്ച് മൂടിപ്പോയതാണ്. സോ എൻ്റെ ഔട്ട്ഫിറ്റ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. സോ ഞാൻ ഔട്ട്ഫിറ്റ് കാണിക്കണം. അതിനു മുമ്പ് വെള്ളം കുടിക്കട്ടെ, ചൂടെടുക്കല്ലോ. ഫാനുണ്ടല്ലോ മറന്നുപോയി. നേരത്തെ ഫുള്ള് എന്തൊക്കെയോ പെരക്കി ഓടിയത്. എൻ്റെ റൂമിൻ്റെ കോല ഞാൻ കാണിച്ചത് ഗൈസ്. എവിടെയൊക്കെ ഇട്ട് ഓടി ഗൈസ്. ഇതെൻ്റെ റൂം മൊത്തം കൊളാക്കി ഇട്ടിട്ട് അങ്ങനെ എണീച്ച് ഓടിയതാണ്. ഇതാണ് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്. ആക്ച്വലി ഇതൊരു ഗ്രീൻ പാൻറ്റാണ്. ദെൻ ഇതൊരു വൈറ്റ് ജാക്കറ്റ് ടൈപ്പ് ഓഫ്. ഞാൻ ശരിക്കും പെരുന്നാൾക്ക് ഡ്രസ്സ് എടുത്തില്ല. ഇതെൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളൊരു സംഭവമായിരുന്നു. ആക്ച്വലി ഇത് കുറച്ച് കോമഡിയാണ് ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഒരു പച്ച പാൻറ്റും പിന്നെ ഒരു തിളങ്ങുന്ന ഷൂ, പിന്നെ മറ്റേ ഉസ്താദ് ഹോട്ടലിലെ ദുൽഖർ സൽമാൻ്റെ ജാക്കറ്റ് എന്നാണ് എല്ലാവരും പറഞ്ഞ് എന്നെ കളിയാക്കിയത്. സാരമില്ല, എന്നാലും ഞാൻ മുഞ്ചിപ്പോയതാണ്. മുഞ്ച കഥ ഞാൻ പറഞ്ഞുതരാം. ആക്ച്വലി എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ദിവസമായിട്ട് ഫുള്ള് മഴയായിരുന്നില്ലേ. അപ്പം ഞാൻ വിചാരിച്ച് പെരുന്നാളിൻ്റെ അന്ന് നല്ല മഴയായിരിക്കും. സാധാരണ വലിയ പെരുന്നാളിൻ്റെ അന്ന് ഭയങ്കര മഴയായിരിക്കും. അപ്പോൾ ചുമ്മാ ഇങ്ങനെ ചിതം പിടിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ ഈ ജാക്കറ്റ് ഇടാന്ന് വിചാരിച്ചത്. പക്ഷേ പെരുന്നാളിൻ്റെ കറക്റ്റ് 3 ദിവസമായിട്ട് മഴ എന്ന് പറയുന്ന സാധനം ഇല്ല. പൊരിഞ്ഞ വെയിലാണ്, ചൂടെടുത്ത് പൊരിയാണ്. അപ്പോൾ ഇത് മൂഞ്ചി. ഇതിട്ടിട്ട് ഞാൻ അവിടെ കുത്തിറിഞ്ഞ് പൊരിയലായിരുന്നു ഫുള്ള്. കുഴപ്പമൊന്നുമില്ല, എനിക്കത്ര ബോറിംഗ് ആയിട്ട് തോന്നിയില്ല. സോ ഗൈസ്, ബോറായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യ്. ബോറായിട്ടുണ്ടെങ്കിൽ
പള്ളിയും കഴിഞ്ഞ് വന്നു, ഷെഡ് ഇട്ടിരിക്കുന്നു, വിശക്കുന്നു, നല്ല പോലെ വിശക്കുന്നു. ഫുഡ് വേണം, ഫുഡ്. അങ്ങനെ ആ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു നോക്കുമ്പോ പൊറാട്ടയാ. ആക്ച്വലി എനിക്ക് പൊറോട്ട തിന്നാനുള്ള ഒരു മൂഡും ഇല്ലായിരുന്നു. കുപ്പായം, ഗൈസ്, മീൻകാര പനി, ഷെണ്ടി. അങ്ങനെ ആ തിന്നാണ്ട് നേരെ റൂമിലേക്ക് പോയി. റൂമിന്റെ കോലം കാണുമ്പോൾ എന്താണെന്നറിയില്ല, എനിക്കൊരു സങ്കടം. അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം വൃത്തിയാക്കാൻ നേരിച്ചു. പിന്നെ ഇന്ന് പെരുന്നാളല്ലേ, ആരെങ്കിലും എല്ലാം പുരക്കെല്ലാം വരുന്നതല്ലേ. ഇപ്പോൾ വരുമ്പോൾ എൻ്റെ റൂമിലൊക്കെ കയറിയിട്ട് ഈ റൂമിന്റെ കോലം കണ്ടിട്ട് പേടിച്ചു കൊണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫുള്ളൊന്ന് വൃത്തിയാക്കി കളയാന്ന് വിചാരിച്ചു. അങ്ങനത്തെ വൃത്തിയാക്കലൊന്നും വൃത്തിയാക്കുന്നില്ല, ജസ്റ്റ് എല്ലാം ഒന്ന് മുട്ടിപ്പിരിച്ച് മറ്റേ പുതപ്പെല്ലാം മാറ്റി ഒന്ന് സെറ്റാക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഫുള്ളൊന്ന് നേരത്തെ മൊത്തം അലമ്പലേക്ക് എടുക്കുന്ന എല്ലാം ഒതുക്കി വെച്ചിട്ട് ഗൈസ് മൊത്തത്തിൽ ഒന്ന് സെറ്റാക്കിയിട്ടുണ്ട്, ഒരു വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ബെഡൊക്കെ കണ്ട നല്ല മൊഞ്ചിൽ ഇപ്പം കാണാൻ. അങ്ങനെ ഞാൻ 2 സ്പ്രേ എടുത്ത് അടിക്കുന്നുണ്ട് ഗൈസ്, കുറച്ച് മണം കൂടി വരട്ടെ എന്ന് വിചാരിച്ച്. ഞാൻ ഇങ്ങനെ സ്പ്രേ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്റെ റൂമിലേക്ക് കയറി വരുന്നുണ്ട്. ഓ ശുണ്ടേരി, ഓ ശുണ്ടേരി, 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 ശുണ്ടേരിയുടെ ഡ്രസ്സാ ഇത്. ശുണ്ടേരി, ഞാൻ ചിരി നോക്കി മോളെ, ആ ചിരി നോക്കി ശുണ്ടരിയുടെ. ശുണ്ടരിയാണ് ഇത്, ശുണ്ടരി. നോക്കട്ടെ, ശുണ്ടരി. മീൻകാരൻ കുപ്പായം ഇടാണ്ട്. എന്താ ഗൈസ്, മീൻകാരൻ അല്ല, മീൻകാരനല്ലേ ഇത്? ഏതാ മീൻകാരൻ? പോയി കുപ്പായിട്ടാ പൊട്ടാ. തളർന്നു, ഇനി ഫുഡ് കഴിക്കണം. ആക്ച്വലി പൊറോട്ടയാണ്. മീൻകാരൻ ആക്ച്വലി ഗൈസ് പൊറോട്ട ആയതുകൊണ്ട് എൻ്റെ തിരികടി പൊറോട്ട ആയതുകൊണ്ട് എനിക്ക് തിന്നാൻ മൂടില്ല, പക്ഷെ വിശക്കുന്നുണ്ട്. എൻ്റെ വയറ്റിൽ പറ്റത്തില്ല ഗൈസ് ഈ മൈദയുടെ സാധനങ്ങൾ. സോ എന്ത് ചെയ്യാനാ, പോയിട്ട് തിന്നിട്ട് വരാം. നോക്കുന്നേ മീൻകാര, ചിരി നോക്ക്, ചിരി ഗൈസ്, ചിരി നോക്ക്. അങ്ങനെ ഞാൻ തിന്നണ്ടിട്ട് കിച്ചണിലേക്ക് പോയത് അബ്ബാസിക്ക് പോകാൻ വേണ്ടി. അന്നേരം ഉമ്മ നല്ല കോഴി ഇങ്ങനെ നല്ലോണം എന്തെല്ലോ തേക്കുന്ന, ഇനി നല്ലോണം മസാലയും കൂടി ഇട്ട് പൊരിച്ചിങ് എടുക്കണം. അന്നേരം ഉണ്ട് ഇവളുണ്ട് ഇവിടുന്ന് നല്ല ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കുന്നത്. ആരെങ്കിലും വരുന്നതല്ലേ അപ്പൊ കുടിപ്പിക്കണ്ടേ കുറച്ച്, അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ മനസ്സോടെ പൊറാട്ടയും മുട്ട എടുത്തിട്ട് തിന്നുന്നുണ്ട്. എനിക്ക് ഇപ്പൊ എന്താണെന്നറിയില്ല, ഇപ്പൊ അടുത്ത് എനിക്ക് മൈദേനോട് അത്ര താല്പര്യം നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട്. കാരണം എന്റെ വയറിൽ ഈ മൈദ ഒട്ടും പിടിക്കുന്നില്ല. ബാക്കി എന്തായാലും പ്രശ്നമില്ല, പക്ഷെ ഈ മൈദയുടെ സാധനം എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. എന്റെ വയറ്റിൽ ഇപ്പൊ അത്ര നല്ലതായിട്ട് എനിക്ക് ഇതാവുന്നില്ല, കുറെ പ്രശ്നങ്ങളുണ്ട്. ഫുള്ള് വയറിൽ മൊത്തം സീനാണ്. അതുകൊണ്ട് മൈദ ഞാൻ മനസ്സോടെ ഒന്നും ഞാൻ തിന്നുന്നുണ്ട്. എന്നിട്ട് മാത്രമാണ്, എല്ലാം ഞാൻ തിന്നത്തേ ഇല്ലായിരുന്നു. ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പെരുന്നാക്കില്ലേ ഫുള്ള് കടന്ന് ഉറക്കായിരുന്നു. അപ്പോൾ ഈ പെരുന്നാക്ക് എന്തെങ്കിലും എല്ലാം ചെയ്യണം, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ഫുള്ള് ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യണം. A few moments later. ആ വർത്താനം മാത്രമല്ല ഗൈസ്, അത് കഴിഞ്ഞപ്പം തന്നെ ഞാൻ കിടന്നിട്ട് ഉറങ്ങി. ഞാൻ എപ്പോഴും ഞാൻ പെരുന്നാക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷെ ലാസ്റ്റ് അവസാനം ഇതായിരിക്കും എൻ്റെ രീതി, എന്ത് ചെയ്യാനാ. അങ്ങനെ ഞാൻ പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീച്ച് ലൈക്ക് ഉച്ച ആയിക്കില്ല ഗൈസ്, കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് ഒരു റീൽ എടുക്കാന്ന് വിചാരിച്ചു ഗൈസ്. ചോറ് വയ്ക്കുന്നതിന് മുമ്പ് ഞാൻ ആ 1 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് എൻ്റെ ഫോണ്, വീഡിയോ എടുക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതിലെടുക്കണോ മറ്റേലെടുക്കണോ എന്ന് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. ഞാൻ റീൽസ് എടുക്കാന്നാണ് വിചാരിക്കുന്നത്. ആ റീൽസ് ആയിരിക്കും കാണണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി അതിലുണ്ട് ആ റീൽസ്. അങ്ങനെ പുറക്കത്ത് എല്ലാവരും കൂടി ഇരുന്നിട്ട് ചോറ് വെക്കാനിരുന്ന്. ആക്ച്വലി ഞാൻ ചോറ് വെച്ച് കഴിഞ്ഞിട്ടാണ് ഗൈസ് ഈ വീഡിയോ എടുക്കുന്നത്, ബിക്കോസ് എന്നോട് മറന്നുപോയി വ്ളോഗിന്റെ കാര്യം. ഞാൻ നല്ലോണം വാക്സിനേറ്റ് പോയിട്ട് മൂക്കറ്റ് തിന്നു. ഞാൻ ആകെ ഒരു പൊറോട്ടയിൽ തിന്നിട്ടുള്ളൂ. അതുകൊണ്ട് എന്നെ കോഴി വരച്ചെല്ലാം കണ്ടൊരു വ്ളോഗ് എടുക്കേണ്ട കാര്യം മറന്നുപോയി. ഇത് എൻ്റെ ഇക്കാക്കയാണ്. എന്തായാലും ആരെങ്കിലും തിന്നുന്നെല്ലാം കാണിച്ചാൽ പോരോ, തിന്നാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ എടുത്ത റീൽ വീഡിയോസ് ഇല്ല ഗൈസ്, അത് ഞാൻ കുത്തിരിഞ്ഞ് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇന്നലെ പെരുന്നാൾ ഇന്ന് തന്നെ ഇടണം എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്ക് എഡിറ്റ് ചെയ്തിട്ട് രാത്രിയായി ഗൈസ്, കുറേ സമയം പോയി. അപ്പോൾ പിന്നെ ഒന്നും ചെയ്തിക്കില്ല. ഇന്ന് ഉള്ള പറഞ്ഞ ഒന്നും തിന്നില്ല. പിന്നെ ഞാൻ താഴത്ത് നോക്കും നല്ല മുറുക്കും കായ് വരത്ത എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ചായയും കാച്ചി കുടിച്ച്. അങ്ങനെ ഊന്ന് പറഞ്ഞിട്ട് ആ പെരുന്നാൾ അങ്ങ് തീർന്നിട്ടുണ്ട് ഒറ്റയടിക്ക്. എന്നാൽ പിന്നെ വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇത് നല്ലോണം തിന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് 2 കേട്ടറാമ കണ്ടിട്ട് കിടന്നു. ഓക്കെ ബൈ, പിന്നെ കാണാം.